കേസിനെ കുറിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞു CMR കമ്പനിക്ക് പരാതിയില്ല, അതുപോലെ വീണ വിജയന് പരാതിയില്ല, പിന്നെ പരാതിക്കാർക്ക് എന്ത് പരാതി? എനിക്ക് പരാതിയുണ്ട്, പക്ഷേ ഞാൻ ഇത് ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി പറയാണ്. അത് ഇപ്പോൾ ഇവിടെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് തൈക്കണ്ടിയിലെ തറവാട് സ്വത്തല്ല, അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പുറത്തു പോകുന്ന ഓരോ രൂപയ്ക്കും വളരെ കൃത്യമായി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ആ കമ്പനി ഉത്തരവാദിത്വം പറയണം. നമ്മുടെ കേസ് എന്താണ്? കമ്പനിയും വീണ തൈക്കണ്ടിയും ഉൾപ്പെടെ നിരവധി ആളുകൾ ചേർന്ന് ആ കമ്പനിയിൽ നിന്നും 172 കോടി രൂപ അനധികൃതമായി മാറ്റിയിരിക്കുന്നു. അതിൽ 1.72 ആയിരുന്നു. EDയുടെ അന്വേഷണ പ്രകാരം 2,78,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ്റെ കമ്പനി പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ കേസ്. ആ കേസ് കൊടുത്തത് ആ കമ്പനിയുടെ ആ ഒരു ഷെയർ ഹോൾഡറായ ആ കമ്പനിയുടെ ലാഭവിഹിതത്തിൽ 1 രൂപയെങ്കിൽ 1 രൂപയ്ക്ക് ലാഭവിഹിതത്തിന് അർഹതയുള്ള, എനിക്ക് 2 ഷെയറേ ഉള്ളൂ, 250 രൂപയുടെ 2 ഷെയറേ ഉള്ളൂ, ആ 2 ഷെയർ എന്ന നിലയിലും എനിക്കും അവകാശമുള്ള, എനിക്ക് മാത്രമല്ല സഖാവേ, എനിക്ക് ഈ സംസ്ഥാനത്ത് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് 13.4% ഷെയറുള്ള ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും നിങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ഓരോ പൗരനും ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും ഈ കേസുമായി മുമ്പോട്ട് പോകാൻ അവകാശമുണ്ട്. അത് തറവാട് സ്വത്തല്ല ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ മേൽ ഇനി കേസ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ അതും പറയാം.